ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട കത്തോലിക്ക, ഓർത്തഡോക്സ്, മാർത്തോമായ, CSI ഇങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളിൽപ്പെട്ട ബഹുമാന്യരായി പ്രിയപ്പെട്ടവർ തിരുവചന സന്ദേശങ്ങൾ ഓരോ ദിവസവും കേട്ട് ആശ്വാസം പ്രാപിക്കുന്നുവെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ചില പ്രിയപ്പെട്ടവരൊക്കെ ദൈവഹിതം എന്താണ്, അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വ്യക്തമായിട്ട് പറയാമോ എന്ന് ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സന്ദേശം ചെയ്യുന്നത്. ചിലർക്ക് ദൈവഹിതം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നവരുണ്ട്, ചിലർക്ക് അത്രയും അറിയത്തില്ല. പക്ഷെ ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കണം എന്താണ് ദൈവഹിതം എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഹിതമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ആ വ്യക്തികളിലൂടെ നിവർത്തിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രത്യേകാൽ രക്ഷിക്കപ്പെട്ട് യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ദൈവവചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ദൈവത്തിനുള്ള മഹൽ ഉദ്ദേശങ്ങൾ, ആ ഉദ്ദേശം നിവർത്തിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഓരോ വ്യക്തിയും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണം, അനുസരിക്കാനുള്ള ഒരു ഒരുക്കം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതാണ് സത്യത്തിൽ ദൈവഹിതം എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യം, അബ്രഹാമിന് മക്കളില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്ത വാക്കുകൾ ഇങ്ങനെയാണ്: അബ്രഹാം തൻ്റെ പിൻതലമുറയോടൊപ്പം നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് എൻ്റെ വഴിയിൽ നടക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. മക്കളില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ത്രികാലജ്ഞാനിയായ ദൈവം, ഒരു കാര്യത്തിൻ്റെ അവസാനം ആരംഭത്തിലെ കാണുന്ന ദൈവം, മക്കളില്ലാതെ ഇരിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇതാണ്: മക്കൾ, പിൻതലമുറകൾ എൻ്റെ വഴിയിൽ നടക്കുക. അപ്പം കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ പോലും ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുക. അബ്രഹാമിനെ കുറിച്ച് മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. അവൻ്റെ ജീവിതം എന്താകണം, ഭാവി എന്താകണം, കുടുംബം എന്താകണം, തലമുറകൾ എന്താകണം, ശുശ്രൂഷകൾ എന്താകണം, അനുദിന ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെല്ലാം ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. പക്ഷെ ഉദ്ദേശം ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് പ്രശ്നം. ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ഉദ്ദേശം തിരിച്ചറിയാനും ആ ഉദ്ദേശത്തിനനുസരിച്ച് ജീവിക്കുവാനും അനുസരണപ്പെട്ടയാളായിരിക്കണം, സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. അതിനാണ് സത്യത്തിൽ ദൈവഹിതം എന്ന് പറയുന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത്തെ കാലത്ത് പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെ ജീവിച്ചാലും ദൈവഹിതം ജീവിതത്തിൽ നടന്നോളും എന്ന് പറയുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ കുറച്ച് കറക്ഷൻസ് ചെയ്യാൻ വെക്കുകയാണ്. കാരണം എന്ത് ചെയ്താലും ദൈവഹിതം പോലും നടക്കട്ടെ, ദൈവഹിതം പോലും നടക്കട്ടെ, ഇതൊരു ഒരു ഒരു പറച്ചിലായിപ്പോയി. അങ്ങനെയൊന്നും ഒരിക്കലും ദൈവഹിതം പോലൊന്നും നടക്കുകയില്ല. വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവഹിതം മനസ്സിലാക്കണമെങ്കിൽ ഒരു 3 പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. 1 കവനന്റ്, 2 ഫ്രീവില്ല്, 3 ഡൂലോസ് എന്ന് പറയുന്ന ഒരു പദം. ഒന്നാമത്തേത് കവനന്റിലേക്ക് പോകാം, ഉടമ്പടി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും എന്താണ് ദൈവിക ഉടമ്പടികളുടെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നേ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പഴയ നിയമ, പുതിയ നിയമ പുസ്തകങ്ങൾ, പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഗോഡ്സ് ബ്ലെസ്സിങ്സ് ആർ കണ്ടീഷണൽ. പഴയ നിയമ ഭാഗങ്ങളെല്ലാം എടുത്തു നോക്കുക, ദൈവിക അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഉടമ്പടിയിൽ അധിഷ്ഠിതമായതാണ്. നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ഇല്ലെങ്കിൽ അനുഗ്രഹിക്കത്തില്ല എന്നാണ്, ഇല്ലെങ്കിൽ ദീർഘായുസ് ഉണ്ടാകത്തില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൈവിക ഉടമ്പടി പാലിക്കുവാൻ ഓരോ വ്യക്തിയും നിർബന്ധിതരാണ്, അല്ലെങ്കിൽ അതിനായി വിളിക്കപ്പെട്ടവരാണ്. കർത്താവായ യേശുവിനെ ഒരു വ്യക്തി രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ എന്താ, ഒരു വലിയ ഉടമ്പടിയിലേക്ക് ആ വ്യക്തി പ്രവേശിക്കുകയാണ്. യേശു എൻ്റെ കർത്താവാണ് എന്ന് പറയുമ്പോൾ, ഹീസ് മൈ ലോർഡ് എന്ന് പറയുമ്പോൾ, ജീവിതത്തിൻ്റെ സമ്പൂർണമായ നിയന്ത്രണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. പല സമയങ്ങളിലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ജീവിതത്തിൻ്റെ അകത്തെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവിൽ സമർപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ സ്വയമായി തീരുമാനങ്ങൾ എടുക്കുവാൻ
സ്വാതന്ത്ര്യം ഇല്ല. അപ്പം ചോദിക്കും, ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വേഗത്തിൽ മുൻപോട്ട് പോകാം. രണ്ടാമത്തേത് ഒരു മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയാണ്. അത് ഞാൻ കുറച്ചു മുമ്പ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു. ആദാമ്യ വീഴ്ചയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ അവന്റെ സ്വതന്ത്ര ഇച്ഛ പിശാചിന്റെ മുൻപാകെ അടിയറവ് വെച്ചതുകൊണ്ട് ഓരോ വ്യക്തിയും അവരവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമർപ്പിച്ച ഒരു വ്യക്തിയെ മാത്രമേ തൻ്റെ ഹിതത്തിലൂടെ നടത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് ഡൂലോസ് എന്ന് പറയുന്ന ഒരു പദമാണ്. ഡൂലോസ് എന്ന് പറയുന്നതിന് ക്രിസ്തുവേശുവിന്റെ ദാസനായ പൗലോസ് എന്നിങ്ങനെ തുടങ്ങിയ പദങ്ങളിലെല്ലാം ഡൂലോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥമായി ഡൂലോസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു അടിമയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താണ് അടിമ? അടിമയെന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തോടുകൂടി യജമാനനെ മരണം വരെയും സേവിക്കാൻ തൽപരനായ അടിമ. ഓരോ ക്രിസ്തുവിശ്വാസിയും കർത്താവിന്റെ മുൻപാകെ അടിമയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് പരമമായ ദൈവേഷ്ടവും ദൈവഹിതവും അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ അതിന് സമർപ്പിതനാണ്. പാട്ടുകൾ പാടുമില്ലേ, എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രണ്ട് ഭാഗങ്ങളിൽ ഈ പദത്തിന്റെ ഒരു പ്രയോഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന് സുപരിചിതമാണ്, റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ വാക്യങ്ങളിലെ പ്രയോഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതല്ല ഈ മെസ്സേജ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവഹിതം തിരിച്ചറിയുക എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ദൈവഹിതത്തെക്കുറിച്ച് പറയുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. മലയാളം ബൈബിളിൽ തിരിച്ചറിയുക എന്നുള്ള പദമാണ്. പക്ഷെ ചില ട്രാൻസ്ലേഷനിൽ ദാറ്റ് വി മേ പ്രൂവ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം തെളിയിക്കുവാനായി നമ്മൾ കടപ്പെട്ടവരാണ് എന്നൊരർത്ഥം കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. രണ്ടാമത്തേത് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ എപ്പഫ്രാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത്, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടും. എന്തിനാണ്? ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിനായിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഓരോ വ്യക്തികളെ കുറിച്ചും പൂർണ്ണമായ ഒരു ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്, ദൈവത്തിൻ്റെ ഹിതമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ദൈവഹിതം എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ചിലർക്കൊന്നും അത് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു കാര്യമല്ലത്. ഞാനിത് പറയാനായിട്ടുള്ള കാര്യം, ചിലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര കുടുംബ പ്രശ്നത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. അപ്പം ചിലരെല്ലാം പറയുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് പോയതാണ്. നമ്മൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. കാരണം എന്താണ്? നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ കടകളിൽ കണ്ടിട്ടില്ലേ, അംഗീകൃത ഷോപ്പുകളിൽ നിന്ന് മാത്രം വാങ്ങുക, ബില്ല് ചോദിച്ചു വാങ്ങുക. എന്തിനാണ് ഇത് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്? അതിന്റെ പിറകിൽ വ്യാജനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഒക്കെ ദൈവത്തിന്റെ അനുമതി നമ്മൾ തേടിയിരിക്കണം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം. ഇപ്പോൾ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ തലമുറകളെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞു പഠിപ്പിക്കണം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ, ഞാൻ കൂട്ടായ്മകളിലൊക്കെ ഈ കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല പ്രിയപ്പെട്ടവർക്കും ഈ കാര്യത്തിന്റെ ഗൗരവം അറിയത്തില്ല. ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ചിലര് അന്നേരത്തെ ഒരു ആകർഷണത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ തങ്ങളുടെ മനസ്സിന്റെ അകത്തെ ആഗ്രഹത്തിൽ അവർ തിരഞ്ഞെടുക്കും. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിന് കുടുംബജീവിതത്തിന്റെ ഒക്കെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശവും പദ്ധതികളുമുണ്ട്. സ്വന്തമായ തെരഞ്ഞെടുപ്പിൽ, സ്വന്തമായ താല്പര്യത്തിൽ പോകുന്നത് ഒന്നും പലപ്പോഴും ദൈവഹിതമായിരിക്കണമെന്നില്ല. പലപ്പോഴും ദൈവഹിതം വരെ ആയിരിക്കണമെന്നല്ല, അത് അവനവന്റെ തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒന്നിച്ച് ജീവിച്ച്
അതിൻ്റെ അകത്ത് തലമുറകൾ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം മാത്രമല്ല വേദപുസ്തകത്തിന്റെ അകത്തുള്ളത്. പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകൻ മോശയുടെ ജനനം നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലേവി ഗോത്രത്തിലെ ഒരു പുരുഷൻ പോയി ലേവി കന്യകയെ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവ് അവിടെ അത് എഴുതി ചേർത്തിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പന്റെയും അമ്മയുടെയും പേര് പറഞ്ഞാൽ പോരെ? ലേവി ഗോത്രത്തിലെ ഒരു പുരുഷൻ പോയി ലേവി കന്യകയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിന്റെ അകത്തെ ആ തെരഞ്ഞെടുപ്പിൽ പോലും ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മോശ എന്ന് പറയുന്ന ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ പ്രവാചകനായ, മുൻനിരയിൽ നിന്നുകൊണ്ട് അവരെ കനാനിലേക്ക് നയിച്ച ആ ശക്തനായ നേതാവ്, ദൈവം കൂടെ ഇരുന്ന് സംസാരിച്ച, ദൈവത്തോട് മുഖാമുഖം സ്നേഹിതൻ എന്നതുപോലെ സംസാരിച്ച ആ ദൈവമനുഷ്യന്റെ ജനനത്തിന്റെ പിൻപിൽ പോലും അവന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ദൈവഹിതത്തിനനുസരിച്ചുള്ള ഒരു കൂടിച്ചേർക്കൽ മാതാപിതാക്കളുടെ ഇടയിൽ കാണാനായിട്ട് പറ്റും. വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല തലമുറകളിൽ, നല്ല മാതാപിതാക്കളിൽ ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തിയെടുത്താണ് നല്ല തലമുറകൾ പോലും ഉണ്ടായിട്ടുള്ളത്. അപ്പം കുടുംബജീവിതത്തിലേക്ക് പോകുന്നവരൊക്കെ ഇത്തരത്തിലുള്ള തിരുഹിതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു എന്നുള്ളത് ഉള്ളിൽ ചെറുപ്പക്കാരായ പല പ്രിയപ്പെട്ടവരും ഈ മെസ്സേജ് കാണുന്നുണ്ട്. അന്നേരത്തെ താല്പര്യത്തിനും ആകർഷണീയതയ്ക്കകത്തും ഒന്നും തീരുമാനങ്ങൾ എടുക്കരുത്. ദൈവഹിതമല്ലാത്ത തീരുമാനങ്ങൾ നമ്മൾ എടുത്താൽ ദൈവത്തിന് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല. കാരണം സ്വന്തമായ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ദൈവഹിതം അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കുന്നതെങ്കിൽ ആ കാര്യത്തിൻ്റെ അകത്ത് പ്രതിസന്ധി ഉണ്ടാകത്തില്ലെന്നല്ല, ഉണ്ടാകും. കാരണം പത്രോസിന്റെ ലേഖനത്തിലാണെന്ന് തോന്നുന്ന ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുന്നവർ തങ്ങളുടെ പ്രാണനെ എന്ന് പറഞ്ഞ് തുടർന്നു പോകുന്നൊരു വാക്യമുണ്ട്. ദൈവേഷ്ടപ്രകാരം കഷ്ടം അനുഭവിക്കുന്നവർ. അപ്പൊ ദൈവഹിതമുണ്ടെങ്കിൽ കഷ്ടതയില്ലെന്നല്ല, കഷ്ടമുണ്ട്. പക്ഷെ ആ കഷ്ടത്തിന്റെ പിന്നിലും ആ കഷ്ടത്തിന്റെ അകത്ത് ദൈവത്തിന് ഒരു പരിപൂർണമായ ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും വലുത് നമുക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവെ അവിടുന്ന് പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത് എന്നുള്ളത്. അപ്പം ദാവീദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, എൻ്റെ കാലുകൾ നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇടറിയില്ല, ഞാൻ വീണുപോയില്ല. അപ്പൊ ദൈവത്തിന്റെ ചുവടുകളിൽ, ദൈവത്തിന്റെ പാതകളിൽ യാത്ര ചെയ്തു പോകുന്ന വ്യക്തി ഒരിക്കലും ഇടറത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ മെസ്സേജ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് തൻ്റെ അരികിലേക്ക് വരുന്ന, താൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് ശ്രേഷ്ഠമായ ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശത്തിനാണ് നമ്മൾ ദൈവഹിതം എന്ന് പറയുന്നത്. ആ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണമെങ്കിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള 3-4 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, ആഴമായ പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനയിലൂടെയാണ് ദൈവഹിതം മനസ്സിലാകുന്നത്. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നുള്ള വാക്കുകൾ അതിന് തെളിവാണ്. 2, ദിനം തോറും ആവശ്യമായ മനസ്സിന്റെ പുതുക്കലാണ്, റിന്യൂവൽ ഓഫ് ഹാർട്ട്. മനസ്സിന്റെ പുതുക്കം. ഹൃദയത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും കുറച്ച് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടല്ലോ, നിങ്ങളത് കേൾക്കുക. ഹൃദയവിശുദ്ധിയുടെ ആ ഒരു ആഴമായ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി എങ്ങനെ പ്രാപിക്കാമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കർത്താവ് നൽകി തരുന്നത് പോലെ കേൾക്കാം. അപ്പം 2, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണ്. 3, തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ വഴികളെ അന്വേഷിക്കലാണ്. ഉപവാസവും പ്രാർത്ഥനയും സമർപ്പിത ജീവിതവും ആഴമായ വിശുദ്ധിയോടുകൂടെയുള്ള അനുദിന ജീവിതയാത്രകളുമെല്ലാം ദൈവത്തിന്റെ തിരുഹിതം തിരിച്ചറിയുവാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ ഹിതത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയും പരാജയപ്പെടുകയില്ല. കാരണം സ്വർഗത്തിലെ സകല മേഖലകളിലുമുള്ള ദൈവിക സംരക്ഷണം ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. വചനം അതിന് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് തിരുവിഷ്ടത്തിനായിട്ട് സമർപ്പിക്കുക. പുതിയ ചില ഉടമ്പടികളിലേക്ക്, സമർപ്പണത്തിലേക്ക് നമുക്ക് പോകാം. സമ്പൂർണമായി കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് മുൻപോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുക. സമ്പൂർണമായ ദൈവഹിതം, പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.